കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് പടക്ക സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സൈബുന്നീസ ഷറഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും തഹസിൽദാർക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ഡെപ്യൂട്ടി തഹസിൽദാർ പരിശോധന നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 20-ാം വാർഡ് ചിറമനേങ്ങാട് പാറ പ്രദേശത്താണ് പടക്ക സംഭരണശാല പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന് പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും അനുമതിയില്ല എന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും പറയുന്നു. സ്ഥാപനത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളുണ്ട്. പൊതുവഴിയും രാജീവ് നഗർ കുടിവെള്ള പദ്ധതി ടാങ്കും ഇതിനു സമീപമുണ്ട്. ടാങ്കിന്റെ അടുത്തായിട്ട് ഒരു പടക്ക നിർമ്മാണശാല തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ അതിനെതിരായിട്ട് പരാതികൾ കൊടുത്തിരുന്നു. അവിടെ പ്രദേശവാസികളുടെ സൈനൊക്കെ ശേഖരിച്ചു കൊടുത്തിരുന്നു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടും പിന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പരിസരവാസികളുടെ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 4-5 റൂം ഗോഡൌണിനായിട്ട് പണിതിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫാമാന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നായകള്, താറാവ്, കോഴികള് ഇവരിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് കൂടാതെ നമ്മളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മതില് നല്ല ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെയോ വേറെ ഒരു സ്ഥാപനത്തിനെ അനുമതി ഇല്ലാതെ തുടങ്ങിയതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം മുണ്ടത്തിക്കോടത്തെ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രദേശവാസികൾ വളരെ ഭീതിയിലാണ്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ പരിസരവാസികൾ അവിടുത്തെ ഭയങ്കര പ്രതിഷേധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടക്ക സംഭരണശാലയ്ക്കെതിരെ ഇതിനു മുമ്പും നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പടക്ക നിർമ്മാണവും വിൽപ്പനയും നടത്തി വരുന്ന സ്ഥല ഉടമ സംഭരണശാലയ്ക്ക് ചുറ്റും ഉയരത്തിൽ മതിൽ നിർമ്മിച്ച് കാവൽ നായ്ക്കളെ ഉപയോഗിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കടമുറി എന്ന പേരിൽ പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് നിർമ്മാണ അനുമതി കൈക്കലാക്കിയതെന്നും കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചാണ് പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ ഉടൻ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഷറഫു പന്നിത്തളം, രാമകൃഷ്ണൻ, ബാബു, സിറാജ്, മുഹമ്മദ് അലി തുടങ്ങിയവരും പരാതി നൽകാൻ എത്തിയിരുന്നു. You are watching VCV News.